പറഞ്ഞാൽ കേൾക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മുസ്ലിം ലീഗിന് എന്തിനാണ് മുഖ്യമന്ത്രി പദം? ഭരണം മുസ്ലിം ലീഗ് ആയിരിക്കും നടത്തുക. ഭരിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ആവണമെന്നില്ല. ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കെ സി വേണുഗോപാലാണ്. കാരണം കെ സി വേണുഗോപാൽ ഇവർക്കൊന്നും പിടികിട്ടാത്ത വിധത്തിൽ ഉയർന്നു പാർട്ടിക്കത്. ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ 3 പേർക്ക് മുഖ്യമന്ത്രി ആകണം. 3 പേർക്ക് മുഖ്യമന്ത്രി ആയേ പറ്റും. അമ്മയെ തോൽപ്പിക്കാനായി ജാരന്മാർക്ക് കൂട്ടുനിൽക്കുന്ന ചില മക്കളുണ്ട്, അവരെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞ് എ ഗ്രൂപ്പുകാര കരുണാകരൻ നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ഭർഷിച്ചു എന്ന് പറയാം. പുതിയ ജനറേഷൻ്റെ നേതാവാണ് താനെന്ന് വരുത്തി തീർത്തുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഗുഡ് ബുക്സിൽ കലർന്ന് മുസ്ലിം ലീഗിൻ്റെ കൂടി പിന്തുണയോടുകൂടി നേതാവാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ 3 പേരും. ആ 3 പേരും തമ്മിലുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് ഭാരവാഹിയെ തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ 10 ദിവസം കൊണ്ട് ഭാരവാഹികളെ തീരുമാനിക്കാൻ അവർക്ക് കഴിയും. ഈ പറഞ്ഞ 3 പേരിൽ ആര് വന്നു കഴിഞ്ഞാലും മുസ്ലിം ലീഗ് പറയുന്നത് കേൾക്കും. ഒരഭിപ്രായവും പറയില്ല എന്ന് ഉറപ്പുള്ള ആളെ മാത്രമാണ് AICC പ്രസിഡന്റ് ആക്കുക. അപ്പോൾ ശല്യം ഉണ്ടാകില്ല. ഖാർഗെ ശരിക്കും പറഞ്ഞ വിശ്വസ്തനായ ഒരു അടിമയാണ്. സോണിയ കുടുംബത്തിൻ്റെ കേരളത്തിൽ ജയിച്ചാൽ പോലും ആ കേരളത്തിലെ ജയം കോൺഗ്രസിൻ്റെ വളർച്ചയുടെ ലക്ഷണമായിട്ട് നമുക്ക് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയില്ല.